Good afternoon to all. Good afternoon, ma'am. Good afternoon. Good afternoon. Okay, start again, Namka. Start with prayer, start of the day and sign in. പ്രയർ ഞാനാണ് മാം, സരിത. അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിലാണ്ടം കൊളുത്തി പരമാണു പൊരുളിലും സ്മരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും സുരകോള ലക്ഷ്യങ്ങൾ നിർത്തി അണയിട്ടു നിർത്തി അവികല സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീയെന്നും. താങ്ക് യു. Okay, and then Quotes ഞാനാണ് മാം. Don't stop when you are tired. Stop when you are done. Johnny sings. okay. ട്രെയിനിങ് ഞാനൊരു ആക്ഷൻ സോങ് ക്യാമറ ഓൺ ആക്കട്ടെ. കാണുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. നമ്മൾ കുറെ ആക്ഷൻ സോങ് ഒക്കെ പഠിച്ചിട്ട് നമുക്ക് ഇന്നൊരു ആക്ഷൻ സോങ് You little hands so clap, clap. You little legs go tap, tap, tap. You little eyes open wide. One little ear go side to side. Okay. Yeah, very good. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ കുറച്ച് ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്തു, കുറച്ച് പോർഷൻസ് ഒക്കെ തന്നിരുന്നായിരുന്നു. ഓക്കെ ആണോ? റെഡി ആണോ നിങ്ങള്? മാം പക്ഷേ ഗ്രൂപ്പില് നോട്ട്സ് ഇടാൻ കിട്ടിയില്ലല്ലോ. അതെ, അത് പറഞ്ഞതായിരുന്നു, പക്ഷെ അവര് വിട്ടുപോയി, ലേറ്റ് ആയി പോയിട്ടോ. ഞങ്ങൾ എന്നിട്ട് ഞാൻ ചൊവ്വാഴ്ചത്തെ മിസ്സിന്റെ അടുത്ത് വീണ്ടും പറഞ്ഞായിരുന്നു മാമിനോട് പറയണമെന്ന്. പറഞ്ഞു എന്നോട് പറഞ്ഞു കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. നമുക്കേ നിങ്ങൾക്ക് ടേം എക്സാമിന്റെ ടൈം ടേബിൾ എന്തെങ്കിലും കിട്ടിയിരുന്നോ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒട്ടും ടൈം കളയാനില്ല, ഇത് പെട്ടെന്ന് എടുക്കാം. ഓക്കെ, ഞങ്ങള് നോക്കിയത് ശരിയാണോന്ന് വേണമെങ്കിൽ മാം ഇല്ല കുഴപ്പമില്ല. നമുക്ക് ഇന്ന് ഒരു ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. അപ്പൊ ക്ലാസ്സിൽ ഈ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും കംപ്ലീറ്റ് ആക്കണം. അല്ലെങ്കിൽ ടേം എക്സാമിന് നമുക്ക് ടേം എക്സാമിന് വരുന്നത് 1 to 8 ചാപ്റ്റർ വരെയാണ് കേട്ടോ. ഓക്കെ, അതില് നമ്മള് ടെൻസ് കംപ്ലീറ്റ് അല്ല, പിന്നെ ആർട്ടിക്കിൾ ആൻഡ് കോൺവേർഡ് കംപ്ലീറ്റ് അല്ല. അതുകൊണ്ട് ടെൻസ് എനിക്ക് ഇപ്പൊ കംപ്ലീറ്റ് ആക്കണം, എന്ന് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. പിന്നെ ആർട്ടിക്കിൾ ആൻഡ് കോൺവേർഡ് ചാപ്റ്റർ നമുക്ക് എടുത്തിട്ടില്ല, സോ അതിന് ക്വസ്റ്റ്യൻ വരില്ല കേട്ടോ. ഓക്കെ, ക്ലിയർ? മിസ് പ്രപ്പോസിഷന്റെ മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇന്ന് നോക്കിയതാ എക്സാമിന്റെ കണ്ടപ്പോ. അല്ല, എക്സാമിന് പ്രപ്പോസിഷൻ ഒന്നും വരില്ല കേട്ടോ. 8 വരെയാണ്, ചാപ്റ്റർ 8 വരെയാണ് എക്സാമിനുള്ളത്. അപ്പൊ അതിന്റെ ബേസിസ് ആയിരിക്കും എക്സാം വരെ, ടേം എക്സാം വരെ. ടേം 2 9 തുടങ്ങി 17 വരെ, ലാസ്റ്റ് വരെ, അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പെട്ടെന്ന് നിൽക്കട്ടെ, ശ്രദ്ധിച്ചിരിക്കും എല്ലാവരും. നമ്മൾ പ്രസന്റൻസ് കംപ്ലീറ്റ് ചെയ്തു, ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും പ്രസന്റൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസ് നോക്കാം കേട്ടോ. പ്രസന്റൻസ് ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ ആണ്, ക്ലിയർ ആണ്. Just wait a second.
ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് സ്ട്രക്ചർ ചെയ്താ ഒബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്ട്. എനിക്ക് ഈ നോട്ട് ഇപ്പൊ ഉണ്ടല്ലോ കയ്യില് അല്ലേ? നോട്ട് കിട്ടിയിരുന്നില്ലേ? ഇപ്പോ ഉണ്ട്. കുറച്ചുകൂടെ ക്ലിയർ ആണല്ലോ അപ്പോ അല്ലേ? ഏകദേശം അറിയാം. ഓക്കെ ആണ്. ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോവാം. ഓക്കെ മാം. ഓൾറെഡി ക്ലാസ് എടുക്കാൻ നിങ്ങൾ എല്ലാവരും പ്രിപ്പയർഡ് ആണോ? പ്രിപ്പയർഡ് ആണ്. ഇനി ഇപ്പൊ ഈ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നലെ രാത്രി മുതൽ ഇരുന്ന് പഠിച്ച് ഒന്നും കൈകാലൊക്കെ ഇറക്കിയായിരുന്നു ടീച്ചറുടെ മുന്നിൽ നിന്ന് പറയണല്ലോ എന്ന് വെച്ചിട്ട്. അല്ലാതെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇതിന് ക്വസ്റ്റ്യൻ വന്നാല് നിങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഇപ്പൊ സപ്പോസ് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ അത് പ്രസന്റ് ടെൻസിൽ ആയിരിക്കും ക്വസ്റ്റ്യൻ വരാട്ടോ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യൂ, എന്നാല് ക്ലാസ് എടുത്തോളൂ. ഒരു അവസരം നിങ്ങൾക്ക് അത് നഷ്ടപ്പെടുന്നു. ഓക്കെ, ക്ലോസ് ചെയ്യണ്ട കേട്ടോ. ക്ലാസ് എടുക്കൂ. ആരൊക്കെയായിരുന്നു? എനിക്ക് ഫ്യൂച്ചർ ടെൻസ് ആയിരുന്നു. പാസ്റ്റ് ടെൻസ് ആരാണ്? മാം ഞാനാണ് ടാസ്ക് എടുത്തത്. ഞാനും അപ്പൊ എടുക്കാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യൂ കേട്ടോ. ഞാനാണ് എല്ലാം പൂട്ടിക്കെട്ടി വെച്ചു മാം പറഞ്ഞപ്പോ പൂട്ടിക്കെട്ടി വെച്ചു. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോ എടുക്കാം. ഓക്കെ ആണ്, നിങ്ങൾ എല്ലാവരും പഠിച്ചു സെറ്റ് ആണെങ്കിൽ പേടിക്കണ്ട. എക്സാമിന് വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. ഷുവർ ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ക്ലാസ് എടുക്കുമെന്നല്ല, പെട്ടെന്നാണ് ടൈം അത് ടൈം ടേബിൾ ഫിക്സ് ചെയ്തേ. അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് അല്ലല്ലോ. ഞാൻ വിചാരിച്ചു ഇന്നൊരു ക്ലാസ് കൊണ്ട് തീർക്കാമെന്ന് വിചാരിച്ചാണേ. ഓക്കെ, സോ ക്ലാസ് എടുത്തോളൂ. മാം മോക്ക് ടെസ്റ്റിന് വന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കുമോ വരിക കൂടുതലും? മോക്ക് ടെസ്റ്റിന് വന്ന ക്വസ്റ്റ്യൻസ് ചാൻസ് അറിയില്ല, രണ്ടും ഉണ്ടാവാം. മിക്സിംഗ് ആയിരിക്കും കേട്ടോ. പുറത്തുനിന്ന് ഉണ്ടാകും, മോക്ക് ടെസ്റ്റിൽ നിന്ന് ഉണ്ടാകും കേട്ടോ. പക്ഷെ സിമ്പിൾ ആയിരിക്കുള്ളൂ. 10 ക്വസ്റ്റ്യൻ ആയിരിക്കും വരാം കേട്ടോ എക്സാമിന്. ടേം എക്സാമില് 10 ക്വസ്റ്റ്യൻ വെച്ചായിരിക്കും. ഗൂഗിൾ ഫോമിലല്ലേ? അതെ അതെ. അപ്പൊ ഇംഗ്ലീഷ് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ, 2 മാർക്ക് വെച്ചിട്ടാണ് 10 ക്വസ്റ്റ്യൻ വരാം. ക്ലിയർ? ഇത്രയും ചാപ്റ്റർ ചെയ്യുന്നല്ലേ മാം? ചാപ്റ്റർ ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ പഠിച്ച ചാപ്റ്റർ ഏതൊക്കെയാണ്? നൗൺ, പ്രോനൗൺ. ഓക്കെ, ദെൻ വെർബ്. വെർബിൽ നമുക്ക് എടുക്കാൻ വെർബിന് ഉണ്ടാവുന്ന വെച്ചാൽ നമ്മള് വെർബിന്റെ ഫോംസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ ഫോംസിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ വെർബിന് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരാം. പിന്നെ ടെൻസിന്ന് വരുന്നുണ്ടെങ്കിൽ ടെൻസിന്ന് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ആയിരിക്കും വരാം. ഓക്കെ, ദെൻ പിന്നെ ഉള്ളത് ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ നമ്മൾ എടുത്തിട്ടില്ല ചാപ്റ്ററിൽ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരെയില്ല. പിന്നെ ഉള്ളത് അഡ്ജക്റ്റീവും ആഡ്വേർബും ആണ് കേട്ടോ. നൗണിൽ നിന്ന് ക്വസ്റ്റ്യൻ വരില്ല. ഓക്കെ, അങ്ങനെ 10 ക്വസ്റ്റ്യൻ വരും. അപ്പൊ നൗണിൽ നിന്ന് പ്രോണൗണിൽ 2 ക്വസ്റ്റ്യൻ വരുന്നു. പിന്നെ ഏതാണ്? വെർബിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, ടെൻസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ അഡ്ജക്റ്റീവ് 2, ആഡ്വേർബിൽ നിന്ന് 2. അപ്പൊ 10 ക്വസ്റ്റ്യൻ ആയില്ലേ? ഇങ്ങനെയായിരിക്കും വരാം. ഈ ടെൻസില് ശരിക്കും ആക്റ്റീവ് വോയിസിന്നും പാസീവ് വോയിസിന്നുള്ളത് മാത്രമാണ് വരാവുള്ളൂ, അല്ലാതെയും വരും. പക്ഷേ നമുക്ക് ടേമിൽ അതാണ് ഇമ്പോർട്ടന്റ്. കാരണം ടെക്സ്റ്റില് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ആണ് പറയുന്നത്. പക്ഷെ ടെൻസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മെയിൻ എക്സാമിനൊക്കെ വരും, കോമൺ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. വീഡിയോ ഓൺ ആക്കണല്ലേ? വീഡിയോ ഓൺ ആക്കണം. പിന്നെ ടീച്ചർമാര് വീഡിയോ ഓൺ ആക്കണ്ടേ? ടീച്ചർ ആയില്ലല്ലോ, അതുകൊണ്ട്. ശരി, ഓക്കെ മാം. അപ്പൊ ആ ഒരു തോട്ട് നല്ലതല്ല കേട്ടോ. നിങ്ങൾ എല്ലാവരും ടീച്ചേഴ്സ് ആണ്. എപ്പോഴും ആ ഒരു തോട്ട് നമ്മൾ ഉള്ളിൽ വേണം. ഓക്കെ, അതെ അതെ, ടീച്ചറാണ്. അപ്പൊ പിന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അല്ലേ? അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ മാം നമുക്ക് പ്രസന്റ് ടെൻസിൽ വരുന്ന ആക്റ്റീവ് വോയിസ് ആയിട്ടുള്ള സെന്റൻസുകളെ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടാണ് നമ്മുടെ പാസ്റ്റ് ടെൻസിൽ വരുന്ന ഓരോ ഫോർമുലാസും ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ മാം അന്ന് തന്നെ നോട്ടൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മാം കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു
പറയും മാം. പറയൂ. എന്തിനാ സ്ലോവല് ടെൻഷൻ ഇല്ല. റിലാക്സ് ചെയ്ത് class ആ ഓക്കെ. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ മാം നമുക്ക് പറഞ്ഞു തന്നിരുന്നു സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സെന്റൻസ് ആണ് ആക്റ്റീവ് വോയിസ് സെന്റൻസുകൾ. അതുപോലെ തന്നെ അത് മറിച്ച് ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എങ്കിൽ ആ സെന്റൻസ് പാസീവ് വോയിസ് സെന്റൻസിലാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മീന ഒരു പൂ പറിക്കുന്നു എന്നാണ് ഒരു എക്സാമ്പിൾ എന്ന് വിചാരിക്കുക. അപ്പൊ മീന പ്ലക്സ് എ ഫ്ലവർ എന്നാണ് അതിന്റെ സെന്റൻസ് ഇംഗ്ലീഷ് വരിക. അപ്പോൾ മീന പൂ പറിക്കുന്നു, മീനയാണ് ആക്ഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് ക്ലിയർ ആണ്. അപ്പോൾ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടാണ് ഈ സെന്റൻസ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ സെന്റൻസിനെ ആക്റ്റീവ് വോയിസ് സെന്റൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ മീന പൂവും കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പൊ തോട്ടക്കാരൻ വന്നു നോക്കുമ്പോൾ എന്താണ് പൂവില്ല. അപ്പൊ തോട്ടക്കാരന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പൂവാണ്. അപ്പൊ പൂ എന്ന് പറയുന്നത് ആ സെന്റൻസിലെ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ തോട്ടക്കാരൻ പറയുന്നത് എന്റെ പൂവ് ആരോ മോഷ്ടിച്ചു എന്നായിരിക്കും പറയാ. അവിടെ സബ്ജക്റ്റിന് വാല്യൂ ഇല്ല, സബ്ജക്റ്റിന് ഫോക്കസ് കുറയാണ്, ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് വരും. അപ്പൊ എന്താ പറയാ, മൈ ഫ്ലവർ ഈസ് പ്ലക്ഡ് ബൈ സംവൺ എന്നായിരിക്കും അദ്ദേഹം പറയുക. അപ്പൊ അവിടെയുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്ന മീനയ്ക്ക് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. അതാണ് നമ്മുടെ ആക്റ്റീവിന്റെയും പാസീവിന്റെയും ഒരു മെയിൻ, ആക്റ്റീവിനെ പാസീവ് ആക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം. ഇപ്പോ വേറൊരു എക്സാമ്പിൾ പറയാം. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സിമ്പിൾ ആയിട്ട് ഇപ്പോൾ അശ്വതി മാം എന്നെ വഴക്ക് പറഞ്ഞു എന്നുള്ള ഒരു സെന്റൻസ് എടുക്കുക. അപ്പോൾ അശ്വതി മാം എന്നെ വഴക്ക് പറയാണ്. അപ്പോൾ സ്മാർട്ട് ശ്രീയിൽ ഉള്ളവർ പറയുക എന്താ, അശ്വതി മാം മൃദുലേനെ വഴക്ക് പറഞ്ഞു എന്നായിരിക്കും. പക്ഷെ നമ്മുടെ ക്ലാസ്സിലുള്ളവർ എന്താ പറയുക, മൃദുല അശ്വതി മാമിന്റെ കയ്യിൽ നിന്ന് വഴക്ക് കേട്ടു എന്നാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻറ്റ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രസന്റിന്റെ ഫോമിൽ ഉള്ളതൊക്കെ നമ്മൾ കണ്ടു. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് പാസ്റ്റിന്റെ ആണ്. അപ്പോൾ ആദ്യത്തത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ സിമ്പിൾ പ്രസന്റിലെ ഇക്വേഷൻ ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? Object plus is, are plus V3 plus by plus subject. സബ്ജക്റ്റ്. ഓക്കെ. അപ്പോൾ അവിടെ ഈസ് ആം ആറാണ് വരുന്നെങ്കിൽ ഇവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റിലേക്ക് വരുമ്പോൾ വാസ് അല്ലെങ്കിൽ വേർ മാത്രം ചേർത്തിട്ടുണ്ട് ആ ഇക്വേഷൻ പുതിയതായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതായത് ഒബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. അതാണ് നമ്മുടെ സിമ്പിൾ പാസ്റ്റിലെ ആക്റ്റീവ് സെന്റൻസിനെ പാസീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു എക്സാമ്പിൾ. സാറ വാഷ്ഡ് ദ കാർ. സാറ വാഷ്ഡ് ദ കാർ. അതൊരു സിമ്പിൾ പാസ്റ്റിലെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഇതിനെ നിങ്ങളൊന്ന് പാസീവിലേക്ക് മാറ്റൂ. The car was washed by അല്ലേ? washed by സാറ. ഓക്കെ. ഇനി വേറൊരു എക്സാമ്പിൾ തരാം. അതേ സെയിം എക്സാമ്പിൾ ആണ്. സാറ വാഷ്ഡ് ദ കാർസ്. കാർസ് എന്നാണെങ്കിൽ അതെങ്ങനെ വരും? സാറ വാഷ്ഡ് ദ കാർസ്. അപ്പൊ എങ്ങനെയാ വരിക? വേർ വരും അവിടെ. അതായത് ദ കാർസ് വേർ വാഷ്ഡ് ബൈ സാറ എന്നായി മാറും. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇനി അടുത്തതിലേക്ക് പോകാം നമുക്ക്. അടുത്തത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഫോം ആരെങ്കിലും ഒന്ന് പറയാവോ? ഒബ്ജക്ട് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് ബീയിങ് പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് അല്ലേ? സബ്ജക്റ്റ്. അതെ. ഒബ്ജക്ട് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് ബീയിങ് പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് ആണ് വരിക. അവിടെ പ്രസന്റ് കണ്ടിന്യൂസിൽ ബീയിങ് നമുക്കറിയാം. കണ്ടിന്യൂസ് ആണെങ്കിൽ ബീയിങ് എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്യണം. അവിടെ ഈസ്, ആം, ആർ ആണെങ്കിൽ ഇവിടെ വാസ് അല്ലെങ്കിൽ വേർ ആയിരിക്കും. അത്രേ ഉള്ളൂ ഡിഫറൻസ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ബാക്കിയെല്ലാം അതേ സ്ട്രക്ചറിൽ തന്നെയാണുള്ളത്. ഞാനൊരു എക്സാമ്പിൾ. ഐ വാസ് ഈറ്റിംഗ് എ ബിരിയാണി. എങ്ങനെ മാറ്റും? മൃദുല ഒബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ കഴിഞ്ഞിട്ട് എന്ത് ചേർക്കണമെന്നായിരുന്നു പറഞ്ഞേ? കേട്ടില്ല. ഈസാമാർ അല്ല. ഈസാമാർ നമ്മുടെ പഴയ സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസിലുള്ളതാണ്. ഈസാമാറിന് പകരം വാസ് ഓർ വേർ ചേർക്കുക. പിന്നെ ബീയിങ് ഉണ്ടോ?
ഒബ്ജക്ട് പ്ലസ് ബീയിങ് ഉണ്ട്. ബാക്കിയെല്ലാം അതുപോലെയാണ്. ഒബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ബീയിങ് പ്ലസ് V3 പ്ലസ് വെർബിന്റെ 3 V3 ഫോം പ്ലസ് സബ്ജക്ട്. ഓക്കെ. അതാണ് ഇക്വേഷൻ. അപ്പോ ഒന്ന് മാറ്റൂ. ഐ വാസ് ഈറ്റിംഗ് എ ബിരിയാണി എന്നുള്ളത് പാസീവിലേക്ക് ഒന്ന് മാറ്റിയാൽ എങ്ങനെ വരും? A biryani was being eaten by me. ഓക്കെ, കറക്റ്റ്. എ ബിരിയാണി വാസ് ബീയിങ് ഈറ്റൺ ബൈ മീ. ഇനി അത് തന്നെ ഒന്നുകൂടെ മാറ്റാം നമുക്ക്. ഐ വാസ് ഈറ്റിംഗ് എ ബിരിയാണി ആൻഡ് ഫ്രൈഡ് റൈസ് എങ്ങനെ മാറ്റും? എ ബിരിയാണി ആൻഡ് എന്തായിരുന്നു? ഫ്രൈഡ് റൈസ് വയർ ഈറ്റൻ ബൈ മീ. വേർ ബീയിങ് ഈറ്റൺ ബൈ മീ. ബീയിങ് ചേർക്കണം. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണോ? ഇക്വേഷൻ എന്താ ഇതാണ് കേട്ടോ. ഞാൻ മിററിലാണ് വരിക, അതുകൊണ്ടൊന്നും മനസ്സിലാവില്ല. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് നോക്കുന്നതിന് മുമ്പ് മാം തന്നിട്ടുള്ള പാസ്റ്റ് കണ്ടിന്യൂസ് കഴിഞ്ഞു. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റിൽ തന്ന ഇക്വേഷൻ ആരെങ്കിലും ഒന്ന് പറയോ? ഒബ്ജക്റ്റ് ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ, അത് കഴിഞ്ഞിട്ട് ബൈ പ്ലസ് സബ്ജക്റ്റ്. അതെ, അപ്പൊ അവിടെ ഹാസ് ഓർ ഹാവ് ആണെങ്കിൽ നമുക്ക് പാസ്റ്റിലേക്ക് വരുമ്പം ഹാഡ് എന്ന് മാത്രമായി മാറും. അവിടെ സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഒരു മാറ്റവും ഇല്ല, ഹാഡ് തന്നെ നമുക്ക് ചേർത്താൽ മതി. ഹാഡിന് ശേഷം അവിടെ ബീയിങ് ആണെങ്കിൽ ഇവിടെ ബീൻ വരും, ഹാഡ് ബീൻ എന്നുള്ളത് വരും. ഒബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബിന്റെ 3 V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് ആണ് ഇക്വേഷൻ. ഒബ്ജക്ട് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. ഓക്കെ ആണോ? അപ്പം ഒരു എക്സാമ്പിൾ തരട്ടെ. അപ്പോ എക്സാമ്പിള് നിവിൻ ഹാഡ് റിട്ടേൺ എ സ്റ്റോറി. നിവിൻ ഹാഡ് റിട്ടേൺ എ സ്റ്റോറി. ഇവിടെ V3 തന്നെ ആയിരിക്കും, നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ള സെന്റൻസിൽ V3 തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നമുക്ക് പാസീവിലേക്ക് മാറ്റുമ്പോൾ V3നെ മാറ്റേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ടാൽ മതിയാകും. V3 റിട്ടേൺ എന്ന് തന്നെ ആയിരിക്കും നമുക്ക് ആൻസർ. സ്റ്റോറി ഹാഡ് ബീൻ റിട്ടൺ നിവിൻ. ഓക്കെ, ഇനി ഒരു എക്സാമ്പിളും കൂടെ തരാം. നിവിൻ ഹാഡ് റിട്ടേൺ എ സ്റ്റോറി ആൻഡ് നോവൽ എങ്ങനെ മാറ്റും? നിവിൻ ഹാഡ് റിട്ടേൺ എ സ്റ്റോറി ആൻഡ് നോവൽ. എ നോവൽ ആൻഡ് സ്റ്റോറി ഹാഡ് ബീൻ റിട്ടൺ ബൈ മീ. നിവിൻ. ഓക്കെ, അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എക്സാമ്പിൾ എഴുതാൻ ടൈം കിട്ടിയില്ല. എക്സാമ്പിള് നമ്മുടെ മുംതാസ് പറയുന്നതായിരിക്കും. ഇപ്പൊ ബാക്കിയുള്ള എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് മുംതാസ് പറഞ്ഞു തരും. അതൊരു ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾ എടുക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ? ഞാൻ അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മൃദുല പറഞ്ഞത്, മൃദുല മിസ്സും തന്നെ പറയാല്ലേ ക്ലാസ്സില്. കന്നഡ ചെകട കാണില്ല, പെട്ടെന്ന് അങ്ങോട്ട് കാണില്ല, അതുകൊണ്ടാണ്. അപ്പൊ വോയിസ് എന്താന്ന് മനസ്സിലായോ? വോയിസ് എന്താന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? ഏത് വോയിസാ ചോദിക്കുന്നേ? ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും എന്താന്ന് പറയാൻ പറ്റും? ഒരു സെന്റൻസിന് അർത്ഥവ്യത്യാസം കൂടാതെ രണ്ട് രീതി സംസാരിക്കുന്നതിനാണ് നമ്മൾ ആക്റ്റീവ് വോയിസ് എന്നൊക്കെ പറയാം. അതായത് ദ സബ്ജക്ട് ഡസ് ദ ആക്ഷൻ. സബ്ജക്ട് എന്ന് വെച്ചാൽ ആക്ഷൻ ചെയ്യുന്നു. മറ്റേതോ പാസീവ് വോയിസോ വേറെ ആരും ഇല്ലേ? നിത്യ മാത്രമേ ഉള്ളൂ? ഇതിന്റെ കൂടുതലും മിസ് പറഞ്ഞ വെച്ച് കൂടുതൽ മലയാളത്തിൽ നമ്മൾ മനസ്സിലാക്കിയ ഭയങ്കര ഡൗട്ട് ആവുമെന്നാണ് തോന്നുന്നത്. ഞാനൊന്നും മലയാളം നോക്കുന്നില്ല. പാസീവ് വോയിസ് ദ സബ്ജക്ട് റിസീവ്സ് ദ ആക്ഷൻ, അതായത് സബ്ജക്ട് ആക്ഷൻ ഏറ്റുവാങ്ങുന്നു. എക്സാമ്പിള് ഞാൻ കുറച്ച് പറഞ്ഞുതരാം. ഇപ്പൊ മൃദുല പറഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, കുറച്ച് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ എനിക്കൊന്ന് ചെയ്തു തരുമോ? റെഡിയാണോ? പാസ്റ്റ് കണ്ടിന്യൂസിൽ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും എങ്ങനെ ആക്കാമെന്നുള്ളത്. അപ്പൊ പാസീവ് വോയിസിൽ പാസ്റ്റ് കണ്ടിന്യൂസിൽ ആക്റ്റീവ് വോയിസ് ഞാൻ പറഞ്ഞുതരാം, അത് പാസീവ് വോയിസിലായിട്ട് പറഞ്ഞുതരാം കേട്ടോ. He was buying a car. പോയ എല്ലാരും
The car was being buyed by him. ഫസ്റ്റ് കണ്ടിന്യൂസ്ലി Sorry, buyed അല്ല brought. a car was being വാസ് ഓർ വെയർ bought അല്ലേ? by അതിന്റെ ഫോം ഒന്ന് പറഞ്ഞേ. വാസ് ഓർ വെയർ ബീയിങ് അല്ലേ? എ കാർ. അപ്പൊ ആൻസർ വരുന്നത് എ കാർ വാസ് ബീയിങ് ബോട്ട് ബൈ ഹിം എന്നാണ്. ING ഫോം അല്ല വരുന്നത്. അതുപോലെ തന്നെ വി വെയർ വിസിറ്റിംഗ് ദ പാർക്ക്, അതെന്ത് വരും പാസീവ് വോയിസില്? വിസിറ്റിംഗ് ബൈ ലാസ്റ്റ് പറഞ്ഞ കേട്ടില്ല. പാർക്ക് പാർക്ക് വാസ് പാർക്ക് വാസ് ബീയിങ് ബൈ 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 വീന്നല്ലേ? അസ് വരും. ബി അല്ലേ? അപ്പൊ അസ് വരും കേട്ടോ. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസില് എങ്ങനെ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും ആക്കാന്നുള്ളത് ചോദിക്കാട്ടാ. ഹി ഹാഡ് ബോട്ട് എ കാർ, പാസീവ് വോയിസിലാവുമ്പോ എന്ത് വരും? അത് പ്രസന്റ് കണ്ടിന്യൂസിന്റെ തന്നെയാണോ? പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് Example കണ്ടിന്യൂസ് പറയൂ. കഴിഞ്ഞു. എക്സാമ്പിൾ ഒന്നുകൂടി പറയൂ. ഹി ഹാഡ് ബോട്ട് എ കാർ. A car had been bought by. ബോട്ട് ഹാഡ് ബീൻ ബോട്ട് ബൈ. മറ്റെന്തേന്ന് പറഞ്ഞേ? ഹി അല്ലേ? അല്ല, അപ്പൊ അവിടെ എന്തോ ഒരു ഹിം വരും. പിന്നെ മറ്റേ വി ഹാഡ് വിസിറ്റഡ് ദ പാർക്ക് എന്നുള്ളത് എങ്ങനെയാവും? എന്താ മനസ്സിലായില്ല ക്വസ്റ്റ്യൻ. ആക്റ്റീവ് വോയിസില് വി ഹാഡ് വിസിറ്റഡ് ദ പാർക്ക്, അതെങ്ങനെയാവും എന്നാണ് ചോദിച്ചത്. പാസീവ് വോയിസില് The park had been visited by us. ഓക്കെ ഇത്ര ഉള്ളട്ടാ. ഞാൻ ഇത്രയൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളൂ. ടീച്ചർ പോയാ? എങ്ങനെ ഉണ്ടായിരുന്നു? പാസ്റ്റ് ടെൻസ് കംപ്ലീറ്റ് ആയോ? മിസ്സേ, അതിന്റെ ഫോമില്ലേ, അത് ഇത് കേട്ടോണ്ട് അങ്ങനെ എഴുതിയില്ല. ഒന്നുകൂടി മിസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞോ. എന്താണ് ഒന്നുകൂടെ പറയാനാണോ? ആ സ്ക്രീനിൽ ഒന്ന് കാണിച്ചാൽ മതി. സ്ക്രീനിൽ ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ. പാസ്റ്റ് ടെൻസ് ക്ലിയർ ആയോ? ഡൗട്ട്സ് ഉണ്ടോ? അതെ, ഈ പ്രസന്റ്, അതായത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂ, എന്താ അത് വരാത്തെ? അതില്ല കേട്ടോ, അത് വരില്ല. അത് അക്യൂസ് ഇല്ല. ഡൗട്ട് വേണ്ട കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കി. ടെക്സ്റ്റില് പ്രസന്റില് നോക്കി, ഇവിടെ ഇല്ല. പാസീവ് ഫോം ഹാസ് നോട്ട് യെറ്റ് ബീൻ യൂസ്ഡ്. ഒരിക്കലും പാസീവ് ഫോം യൂസ് ചെയ്തിട്ടില്ല, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഒന്നും ഇല്ല എന്ന് പറയും. നിങ്ങൾ പെർഫെക്റ്റ് വരെ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ മിസ്, ഇത് മാത്രം ഒന്ന് കാണിക്കോ സ്ക്രീനിൽ? ഇപ്പൊ ടെൻസിന്റെ ഇത് പെർഫെക്റ്റ് ടെൻസിന്റെ നോട്ടാണോ? അത് തന്നെ അതെന്താന്നറിയോ, ഇവര് ക്ലാസ് എടുത്തപ്പോ അതിലങ്ങ് കേട്ടിരുന്നപ്പോ എഴുതാൻ പറ്റിയില്ല. ഓക്കെ, ഇതില് ക്ലിയർ ആണല്ലോ? ഇപ്പൊ ഞാൻ പറയണ്ടല്ലോ, രണ്ടുപേരും എടുത്തത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, വിചാരിക്കുന്നു. രണ്ടും ഒരുമിച്ച് വന്നു. ടീച്ചേഴ്സ്, എന്താണ് ടീച്ചേഴ്സ്? ഓക്കെ ആണോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയൂ. ക്ലാസ് എടുത്തപ്പോ എന്താണ് തോന്നിയത്? വളരെ നല്ലൊരു മാം, അത് വളരെ നല്ലൊരു ഇതായിരുന്നു മാം. നമുക്ക് നല്ല കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ ആ ഒരു പോർഷൻ ഞാൻ നല്ലപോലെ പഠിച്ചു. അതുപോലെ തന്നെ പ്രസന്റ് മാം മുമ്പ് എടുത്ത് വെച്ച് കണക്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് ആ ഒരു 2 ടെൻസും എനിക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റി. ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ച് നോക്കിയിട്ടില്ല, അത് നിത്യ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാകുമെന്ന് കരുതുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മാം. പേടി കുറച്ചുണ്ട്, പറയുമ്പോൾ സംസാരിക്കാനൊക്കെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒക്കെ ഉണ്ട്. പിന്നെ നോക്കാതെ പറയുന്നുണ്ട്, മൈൻഡിൽ നിന്ന് ചെകഞ്ഞെടുക്കണം. അങ്ങോട്ട് സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ആ കാര്യമൊക്കെ മറന്നുപോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാനത് സ്ക്രീനിൽ കാണിച്ചപ്പോൾ നോക്കുമ്പോൾ അതിന്റെ മിറർ ആയിട്ടാണ് അത് കാണുന്നത്. അതുകൊണ്ട് അത്ര അത് എഫക്റ്റീവായി വർക്കായില്ല. അതിനെന്തെങ്കിലും വഴി ഇനി കണ്ടുപിടിക്കണം അടുത്ത സെമിനാർ ഒക്കെ ആകുമ്പോഴേക്കും. ഓക്കെ മാം.
ഓക്കെ. അപ്പൊ രണ്ടുപേരും നോട്ട്സ് ഇതിലുണ്ടെങ്കിൽ ക്ലാസ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യോ അങ്ങനെ എന്ത് ചെയ്യോ കേട്ടോ, ഷെയർ ചെയ്യും. ഓക്കെ. അപ്പൊ പാസ്റ്റ് ടെൻസ് ക്ലിയർ ആണ്. രണ്ടുപേരും ക്ലിയർ അല്ലേ? മുംതാസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ചുമ ജലദോഷമൊക്കെ കാരണം പറയണത് ചിലപ്പോ വ്യക്തമായിട്ട് കേൾക്കൊന്നുമില്ല. അതുകൊണ്ട് അങ്ങോട്ട് പുറത്തോട്ട് വരുന്നില്ല. അറിയണുണ്ട്, ഇപ്പോഴും മാറിയിട്ടില്ല. ഓക്കെ മുംതാസ്. അപ്പോ ഇങ്ങനെ പ്രസന്റ് ചെയ്യാൻ എന്താണ് ഇപ്പൊ ക്ലാസ് എടുക്കാൻ തരുന്നത് ഇപ്പൊ എന്തിനാണെന്നൊക്കെ മനസ്സിലായല്ലോ അല്ലെ? ഇടത്ത് രണ്ടുപേർക്കും അത് മനസ്സിലായിട്ടുണ്ട്. ഇനി രണ്ടുപേര് ബാക്കി ഇല്ല ടീച്ചർ, ഞങ്ങൾ ക്ലാസ് ഞാൻ പൊതുവെ ഇങ്ങനെ മൊത്തത്തിൽ എടുക്കണ കാരണം അറിയാം. പക്ഷെ ഇതിന്റെ മുന്നിൽ, ക്യാമറയുടെ മുന്നിൽ ആദ്യമായിട്ട് കാരണം ഒരു വെപ്രാളം ഉണ്ട്, അത്രേ ഉള്ളൂ. നമ്മൾ നേരിട്ട് എടുക്കുന്നതും ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. വ്യത്യാസമുണ്ട്. അതായത് ഓൺലൈൻ ആണെങ്കിൽ ഓഫ്ലൈൻ ആണെങ്കിൽ അത് രണ്ടാണ് അല്ലെ? ഓൺലൈൻ ആകുമ്പോ നമ്മൾ ഫ്രണ്ടിൽ ആരെയും കാണുന്നില്ല, ആർക്കൊക്കെയോ വേണ്ടി ക്ലാസ് എടുക്കുന്നു അല്ലെ? പക്ഷെ അതും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അറിയാലോ നമുക്ക് കോവിഡ് ടൈമില് അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഓൺലൈൻ ക്ലാസ്, അങ്ങനെയാണ് ഓൺലൈൻ ക്ലാസ് വന്നത്. അതുകൊണ്ട് നമുക്ക് അതും പ്രതീക്ഷിക്കാം ഇനി എപ്പോഴെങ്കിലും. അപ്പോ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ. അപ്പോ നെക്സ്റ്റ് ഗ്രൂപ്പ് നമ്പർ 2 ഫ്യൂച്ചർ ടെൻസ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക്. ഞാനിതിൽ മലയാളം കൂടുതലായിട്ട് നോക്കിയിട്ടില്ല മാം. കാരണം മലയാളം നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കൺഫ്യൂഷനാണ് മാം പറഞ്ഞ പോലെ തന്നെ. ആകെ ആക്റ്റീവ് വോയിസ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് പറയാം. ഒരു സെന്റൻസിന് അർത്ഥ വ്യത്യാസം കൂടാതെ വേറൊരു സെന്റൻസ് ആയിട്ട് മാറ്റുന്നത്. അതിന് ഒരു മലയാളം മാത്രം ഞാൻ നോക്കി അത് പറയാം. അതായത് രാമൻ രാവണനെ കൊന്നു, അതാണ് ആക്റ്റീവ് വോയിസ്. അതിനെ പാസീവ് വോയിസ് ആക്കുമ്പോൾ രാമനാൽ രാവണൻ കൊല്ലപ്പെട്ടു, അതാണ് ആക്റ്റീവ് വോയിസ് എന്ന് പാസീവ് വായിക്കണം. ഇത് മാത്രമാണ് മലയാളത്തിൽ നോക്കിയേക്കണം, അല്ലെങ്കിൽ നമുക്ക് മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കും. അത് മാത്രം നോക്കിയാൽ മതി. ബാക്കി കുറെയൊക്കെ നോക്കിയാലും നമുക്ക് ആകെ കൂടെ വട്ടാവാൻ കേൾക്കുമ്പോ അതാണ് രാമൻ രാവണനെ കൊന്നു എന്ന് പറയുന്നതാണ് ആക്റ്റീവ് വോയിസിൽ വരുന്ന സെന്റൻസ്. അത് രാമനാൽ രാവണൻ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ പാസീവ് വോയിസിലേക്ക് മാറി. അത്രേ ഉള്ളൂ. ഇതിൽ സിമ്പിൾ ഫ്യൂച്ചർ ആണ് ആദ്യത്തെ വരുന്നത്. അതില് അതിന്റെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിയെടുക്കാം. ഒബ്ജക്റ്റ് പ്ലസ് ടൈപ്പ് ചെയ്തിടണോ? will or shall, ടൈപ്പ് ചെയ്യാൻ വന്നപ്പോ പോയതാട്ടോ. ഞാൻ നോട്ട് ക്ലാസ്സിൽ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, വേണമെങ്കിൽ അങ്ങനെ നോക്കാം. ഓക്കെ. ഫോം ഇതാണ്. ഒബ്ജക്ട് പ്ലസ് will or shall പ്ലസ് be പ്ലസ് v3 പ്ലസ് by പ്ലസ് s സബ്ജക്ട്. അതിൽ ഒരു എക്സാമ്പിൾ പറയാം. ഐ വിൽ റൈറ്റ് എ ലെറ്റർ. അതിലെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താ? അത് ആർക്കെങ്കിലും അറിയാവോ? ഐ വിൽ റൈറ്റ് എ ലെറ്റർ, അതിലെ സബ്ജക്ട് ഐ ആണ് സബ്ജക്ട്. അതിലെ വെർബ് എന്ന് പറയുന്നത് ഏതാണെന്നറിയാവോ? റൈറ്റ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എ ലെറ്റർ. അപ്പൊ നമ്മളത് കൺവേർട്ട് ചെയ്ത് പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോ ഈ ഒരു ഫോം വെച്ചൊന്ന് പറയാൻ പറ്റുമോ? A letter will be എ ലെറ്റർ വിൽ ബി written by. ഐ എവിടെ മാറും? മീ. യെസ്. എ ലെറ്റർ വിൽ ബി റിട്ടൺ ബൈ മീ. എഴുതിയോ? എല്ലാരും എഴുതിയില്ലേ? അതിന്റെ ആക്റ്റീവ് വോയിസിലെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി പറയാം. ഐ വിൽ റൈറ്റ് എ ലെറ്റർ, അതാണ് ആക്റ്റീവ് വോയിസിലെ. അതിനെ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ എ ലെറ്റർ വിൽ ബി റിട്ടൺ ബൈ മീ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഒരെണ്ണം പറയാം. ഷീ വിൽ മേക്ക് എ കേക്ക്. അതിനൊന്ന് പാസീവ് വോയിസിലേക്ക് ആക്കി പറയാമോ? ഷീ വിൽ മേക്ക് എ കേക്ക്. A cake will be made. A cake will be made. Sorry. A cake will be മൃദുല Made by her. Made by her. made by her. A cake will be made by her. Okay. ഇനി ഒരു എക്സാമ്പിൾ പറയാം. My students will read the books.
മൈ സ്റ്റുഡൻസ് വിൽ ബി റീഡ് ദ ബുക്ക്. ബുക്സ് എന്നാട്ടോ, ബുക്സ്. അതൊന്ന് മാറ്റി പറയാവോ? The books shall be. ദ ബുക്സ് വിൽ ബി അല്ലേ? Books. The books will be read by my students. അങ്ങനെ തന്നെയല്ലേ? ഓക്കെ, ഒരു എക്സാം കൂടി പറയാം. You will clean this room. You will clean this room. You will clean this room. ആക്റ്റീവ് വോയിസിലാക്കി പറയാൻ പറ്റുമോ? This room will be cleaned by you. You. Correct. അപ്പൊ ഇത്രയാണ് സിമ്പിൾ ഫ്യൂച്ചറിന്റെ അകത്തുള്ളത്. മനസ്സിലായോ? അടുത്ത ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ ഫോം ആണ്. അല്ല, ഫ്യൂച്ചർ പെർഫെക്റ്റ് അല്ലേ ഇവിടെ കാണുന്നത്. ഓക്കെ, ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ഫോം ഒബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ്. അതിലൊരു സെന്റൻസ് പറയാം. അത്ര നമ്മൾ എഴുതി എല്ലാരും ഒന്നുകൂടി ഫോം പറയാം എഴുതിയോ? ജിയ. ഒബ്ജക്റ്റ് പ്ലസ്, സ്ക്രീനിലുണ്ട്, ഒബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് എസ്. ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ആണ്. മാം നിത്യ മാം, ഈ ഷാല് എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? ഷാല് വെച്ചുള്ള എന്താ? ഷാൾ വെച്ചുള്ളതൊന്നും വന്നിട്ടില്ല ഇതിന്റെ അകത്ത്. ശരിയാ, അത് ഞാൻ നോക്കിയപ്പോ അതിന്റെ അകത്ത് ഫോമിലുണ്ട്, പക്ഷെ ഷാൾ വെച്ചുള്ളതൊന്നും കണ്ടില്ല. അത് മാമിനെ കൊണ്ട് ഒരെണ്ണം പറയിപ്പിക്കാം. ഇതിന്റെ ഒരു എക്സാമ്പിൾ ചോദിക്കാം. വി ഷാൾ ഹാവ് ഡൺ ഇറ്റ്. വി ഷാൾ ഹാവ് ഡൺ ഇറ്റ്. അതാണ് ക്വസ്റ്റ്യൻ. വി ഷാൾ ഹാവ് ഡൺ ഇറ്റ്. അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ It shall have been done by. എന്താ ഫസ്റ്റ്? വി ആണോ? ഓക്കെ, എഴുതിയോ? ഇറ്റ് വിൽ ഹാവ് ബീൻ ഡൺ ബൈ അസ്. എല്ലാരും എഴുതിയോ? അടുത്തൊരു ക്വസ്റ്റ്യൻ. സീമ വിൽ ഹാവ് ഹെൽപ്ഡ് മീര. സീമ വിൽ ഹാവ് ഹെൽപ്ഡ് മീര. സീമ വിൽ ഹാവ് ഹെൽപ്ഡ് മീര. പറയാൻ പറ്റുമോ? മീര വിൽ ഹാവ് ബീൻ ഹെൽപ്ഡ് ബൈ സീമ. അത് തന്നെ. മീര വിൽ ഹാവ് ബീൻ ഹെൽപ്ഡ് ബൈ സീമ. എഴുതിയോ? മീര വിൽ ഹാവ് ബീൻ ഹെൽപ്ഡ് ബൈ സീമ. അടുത്ത ഒരെണ്ണം പറയാം. They will have planted a tree. They will have planted a tree. A tree will have planted by them. Been ചേർത്തിട്ടില്ല. Have been planted by them. Correct. A tree will have been planted by them. They അവിടെ them ആയി മാറി. A tree will have been planted by them. എല്ലാരും എഴുതിയോ? അടുത്ത ഒരെണ്ണം. We shall have sold our house. We shall have sold our house.
we shall have sold our house. ഒന്ന് പറഞ്ഞു നോക്കിയേ. Our house shall have been Our house will ഉണ്ടോ അവിടെ? Will have been. will have been sold by us. Correct. Our house will have been sold by we അവിടെ us ആയി മാറി. Our house will have been sold by us. കിട്ടിയോ? Okay, last one ഒരെണ്ണം കൂടി. They will have finished the work അല്ല, the project. They will have finished the project by Friday. They will have finished the project by Friday. ഒന്ന് മാറ്റി പറഞ്ഞു നോക്കിയേ. കിട്ടിയോ? അഞ്ചു, മൃദുല, ആർക്കെങ്കിലും അറിയാവോ? The project will have been finished by Friday. The project will have been finished by Friday. അത്രേ ഉള്ളൂ. അപ്പൊ ദം എവിടെ ചേർക്കും? ശരിയല്ല. അതില്ലേലും കുഴപ്പമില്ല, എന്നാലും എവിടെ ചേർക്കുന്നൊരു ഡൗട്ട് അവിടെ നിന്നുപോയി. ഇതിനകത്ത് ഇല്ലല്ലോ. The project will have been finished by Friday എന്ന് തന്നെയല്ലേ? ഇതാണ് ഫ്യൂച്ചർ അത് തന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ. ഇനി ഒരു ടെൻസ് കൂടി ഉണ്ട്. ശ്രുതി അത് ചെയ്യുന്നുണ്ടോ? ചെയ്തോ? എനിക്കിപ്പോ പറ്റില്ല, കുട്ടി വെച്ചിട്ട് പറ്റില്ല, എനിക്ക് ചെയ്തോ? ഇനി അടുത്ത ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. അതിന്റെ സ്ട്രക്ചർ ഒബ്ജക്ട് പ്ലസ് will or shall. എന്തോ ഫ്യൂച്ചറില് കണ്ടിന്യൂസ് പറയുന്നില്ല കേട്ടോ. അത് ഞാൻ ചിലതിലൊക്കെ കണ്ടു മാം. ചിലതിലൊക്കെ പറയുന്നു, ചിലതിൽ ഇല്ലാന്ന് പറയുന്നു. പിന്നെ ഞാൻ ഇനി ഉണ്ടെങ്കിലോ എന്ന് ഓർത്താ എഴുതിയത്. നമുക്ക് അത് വേണ്ടി വരാൻ ഞാൻ കൺഫ്യൂസിങ് ആവോ അതെനിക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് സിംഗിൾ ഫ്യൂച്ചർ ആൻഡ് പെർഫെക്റ്റ് ഇത് മാത്രം മതിയാവും. will be writing എന്നൊക്കെ വരാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയത് പഠിക്കാം. ഓക്കെ, നിത്യക്ക് വലിയ ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലെ? എനിക്കിത് മാം നോട്ട് ഇടാതിരുന്നപ്പോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞപ്പോ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ചിലതിലൊക്കെ പറയുന്നു ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ആകെ ഡൗട്ട് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ അശ്വതി മിസ്സിന്റെ അടുത്ത് പറഞ്ഞ മാമിന്റെ അടുത്തൊന്ന് പറയണ നോട്ട് ഇടായിരുന്നു. അപ്പൊ ഇത് ഇല്ലെങ്കിലോ ഇനി ഉണ്ടെങ്കിൽ ഇനി ചെയ്തില്ലെങ്കിലാന്നോർത്ത് ആ ഒരു സമയത്ത് ഒരു ഇതുണ്ട്. അതുകൊണ്ട് എഴുതി അങ്ങ് വെച്ചു. പിന്നെ മലയാളം നോക്കിയില്ലെന്ന് മാത്രം. ക്ലാസ് നോട്ടൊക്കെ അപ്ലോഡ് ചെയ്ത ടെക്നിക്കൽ ടീമാണ്. അവർക്ക് നമ്മുടെ മാത്രമല്ല ഒരുപാട് ക്ലാസ് ചെയ്യാനുണ്ട്. നേരത്തെ മറന്നു പോയതാണ്, വിട്ടുപോയി. ഓക്കെ, അപ്പോ ഫ്യൂച്ചറിൽ ഇത്രയും പഠിക്കും. ഇതെല്ലാം നമുക്ക് ഡേ ടു ലൈഫിൽ ഒരിക്കലും പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും അത് ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ എക്സാമിനൊക്കെയാണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഫ്യൂച്ചർ കണ്ടിന്യൂസ് പഠിക്കുക. വേണമെങ്കിൽ പഠിക്കാം, ഇല്ലെങ്കിൽ ഇല്ല, വേണ്ട, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ബാക്കിയെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, നോക്കാം. ക്ലിയർ? ഓക്കെ, നിത്യ പറയൂ, എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് പോകും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മലയാളത്തിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അങ്ങനെ മലയാളം കാര്യമായി ഒന്നും നോക്കിയില്ല. മലയാളമാണ് കൺഫ്യൂഷൻ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ആ ഒരു എക്സാമ്പിൾ മാത്രം, രാമൻ രാവണനെ കൊന്നു, അത് മാത്രമാണ് ഞാൻ അതോട് മനസ്സിലാക്കിയത്. മലയാളത്തിലും ആ ഒരു എക്സാമ്പിൾ മാത്രമേ കാണാൻ പറ്റൂ. അത് തന്നെ. അതുകൊണ്ട് കുഴപ്പമില്ല. പറഞ്ഞൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്നു. മാം ഒന്നും പറഞ്ഞില്ലല്ലോ. പഠിച്ചോ നിങ്ങള്? ടീച്ചേഴ്സ് എല്ലാവരും പഠിച്ചോ? അതേ മതി. ഓക്കെ, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. കാരണം നിങ്ങൾ എല്ലാവരും കറക്റ്റ് ആയിട്ടും മിസ്റ്റേക്ക് ഇല്ലാതെ ക്ലാസ് എടുക്കുള്ളൂ എന്ന് എനിക്ക് അറിയാം. എല്ലാവരും ടീച്ചേഴ്സ് ആണല്ലോ. നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് റെഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്.
അതിലൊരെണ്ണം ഒരു ഷാൾ കൂട്ടിയുള്ള എക്സാമ്പിൾ ഒന്നും കിട്ടിയില്ല. മാം ഒരെണ്ണം പറഞ്ഞുതരാമോ? ഷാല് വില്ലും ഷാലും സെയിം ആണെന്ന് മനസ്സിലാക്കാം കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു ടെൻസ് എടുത്ത ടൈമിൽ ഞാൻ ഷാലും വില്ലും പറഞ്ഞു. ഷാല് 50% ചാൻസ് ആണെങ്കിൽ വില്ല് 100% ആണ്. പിന്നെ നമ്മുടെ മോഡേൺ ഇംഗ്ലീഷിൽ ഇപ്പോ ഷാലിന്റെ പ്രയോഗം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും വില്ല് തന്നെയാണ്. അതുകൊണ്ട് ഷാല് യൂസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വില്ല് എടുത്താലും മതി. ഓക്കെ, നമ്മുടെ ഷാലൊക്കെ ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാനായി നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഷാലായി ആ ഷാലായി വെച്ചിട്ട് ചോദിക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ ഷാല് നമ്മളെയൊന്നും യൂസ് ചെയ്യാറില്ല. ഇപ്പൊ എല്ലാം വില്ല് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് വില്ല് പഠിക്കും. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ? ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും എല്ലാവർക്കും ക്ലിയർ അല്ലേ? എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാലും പേടിക്കണ്ടല്ലോ. ഓക്കെ, യാ. അപ്പൊ ടെൻസ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടെൻസ് വൈസ് ഉള്ള മോക്ക് ടെസ്റ്റ് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ടെൻസ് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ടെൻസിൽ ചാപ്റ്ററിൽ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസ് ആണ് ഇമ്പോർട്ടന്റ് എങ്കിലും ടെൻസ് ഞാൻ പറഞ്ഞ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, ഈ ടെൻസിനെ കുറിച്ച് 4 ആക്ഷൻസും എല്ലാം നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. കാരണം നെക്സ്റ്റ് ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സിലൊക്കെ നമുക്ക് ടെൻസ് അത്രത്തോളം ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്കതൊക്കെ പഠിക്കാൻ പറ്റൂ ആ ചാപ്റ്റേഴ്സ്. അതുകൊണ്ട് നന്നായിട്ട് റിവൈൻഡ് ചെയ്ത് നന്നായിട്ട് പഠിച്ചിട്ട് വരും. കാരണം ടെൻസ് കഴിഞ്ഞാൽ ഈ 4ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ ചാപ്റ്ററും നമുക്ക് ടെൻസ് ആവശ്യമാണ്. ടെൻസ് ഇല്ലാതെ ചാപ്റ്റേഴ്സ് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് മാക്സിമം നന്നായിട്ട് പഠിക്കുക, ടെൻസ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇനി എക്സാം ആണ് അല്ലെ, ടേം എക്സാം വരാണ്. 20th അല്ലെ, 20th ടേം എക്സാം വരാം. അപ്പോ അതിക്ക് മുന്നേ എനിക്ക് ക്ലാസ് ഇല്ല, അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ പറഞ്ഞു പോവാണ്. നൗൺ പ്രോണൗൺ നോട്ട് ചെയ്ത് വേണമെങ്കിൽ വെച്ചോളൂ കേട്ടോ. നൗൺ പ്രോണൗൺ ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതായത് നൗണിൽ നിന്നും പ്രോണൗണിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻസ് വീതം പ്രതീക്ഷിക്കാം, എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നൗൺ ആൻഡ് പ്രോണൗണിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, അതുപോലെ അഡ്ജക്റ്റീവ് എന്ന 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അഡ്ജക്റ്റീവ് ഫ്രേസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, അഡ്ജക്റ്റീവ് എന്താണ്, ഈ 3 നമ്മൾ ചാപ്റ്റർ പഠിക്കുന്നുള്ളൂ അല്ലെ. അപ്പൊ അഡ്ജക്റ്റീവിന്റെ 2 ക്വസ്റ്റ്യൻ വരും, നൗൺ ആൻഡ് പ്രോണൗണിന് 2 ക്വസ്റ്റ്യൻ, ആൻഡ് ആഡ്വർബിന് 2 ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻഡ് ടെൻസിന്റെ ചാപ്റ്ററിൽ നിന്ന് ആക്റ്റീവ് വോയിസിനും പിന്നെ ടെൻസ് അല്ലാതെ ടെൻസ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യൻ അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ വേർബിന് 2 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ. ഇങ്ങനെ 10 ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ടേം എക്സാമിൽ വരാം. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, 10 ക്വസ്റ്റ്യൻസ് ആൻഡ് 20 മാർക്സ് ഇങ്ങനെയാണ് എക്സാം വരാം. ടേം എക്സാം ഇങ്ങനെയാണ്. ഫൈനൽ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 100 മാർക്സ് ആണ് വരാം, 50 ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ക്ലിയർ? ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? എക്സാമിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ, ക്ലിയർ ചെയ്യാം നമുക്ക്. കാരണം ആർട്ടിക്കിൾ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ആർട്ടിക്കിളും കോൺവേർഡ് എന്താ എടുക്കാനെന്ന് വിചാരിക്കും. ആർട്ടിക്കിളും കോൺവേർഡും കുറച്ച് നമുക്ക് ഡിഫിക്കൽറ്റി ആണ് അതെടുക്കാൻ. ആർട്ടിക്കിൾ സിമ്പിൾ ആണെങ്കിൽ കോൺവേർഡ് കുറച്ചുകൂടെ ടഫ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് എടുത്ത് പോകാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ അല്ല. അതുകൊണ്ടാണ് ഞാനത് ടേം എക്സാമിന് വേണ്ടി എടുക്കാൻ കേട്ടോ. ഓക്കെ, വേറൊരു കാര്യം, ഇനിയിപ്പോ ക്ലാസ് എടുക്കാൻ നിങ്ങൾ ഓക്കെ ആണല്ലോ എല്ലാവരും? ഇനിയിപ്പോ വേറെ ടോപ്പിക് തന്നാൽ നിങ്ങൾ ഓൾറെഡി ക്ലാസ് എടുക്കാൻ റെഡി അല്ലേ? അല്ലെ? എല്ലാം കൂടെ എത്ര മാർക്കിനായിരിക്കും വരുന്നത്? എന്തോ മൊത്തം സബ്ജക്ട് എത്ര മാർക്ക് ഉണ്ടാവും? ഇംഗ്ലീഷ് 20, മൊത്തം 100-ലാണോ വരുന്നത്? മൊത്തം 50 ക്വസ്റ്റ്യൻസ് വരും, 100 മാർക്കിലാണ് വരാം കേട്ടോ. ഇംഗ്ലീഷിന് 10 ക്വസ്റ്റ്യനും ബാക്കി ചാപ്റ്റേഴ്സിനൊക്കെ 40 ക്വസ്റ്റ്യൻ വരും. എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് 40 ക്വസ്റ്റ്യൻസ്. അങ്ങനെ 100 മാർക്സിലാണ് എക്സാം. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് ക്ലാസ് എടുക്കാൻ ആരൊക്കെ റെഡി ആണെന്ന് പറഞ്ഞേ. ആരൊക്കെയാണ്? ശ്രുതി ഓക്കെ ആണ്? ദെൻ മിസ്സേ അതൊരു ഡൗട്ട്. നമ്മള് ഇങ്ങനെ നമുക്ക് സാധാരണ ഇപ്പൊ ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യണ പോലെ തന്നെ ലിങ്ക് ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ ഈ എക്സാമിനും കേറിയിട്ട് ചെയ്യേണ്ടത്? അതെ, ലിങ്ക് അയക്കും, ലിങ്കിൽ തന്നെ കയറാം, അറ്റൻഡ് ചെയ്യാം. ഓക്കെ, എക്സാം എഴുതുമ്പോ ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഓൺലൈൻ എക്സാം എഴുതുന്നത് റേഞ്ച് ഇഷ്യൂസ് ഒന്നും പറയരുത്. കറക്റ്റ് റേഞ്ച് ഉള്ള സ്ഥലത്ത് തന്നെ പോയി എക്സാം എഴുതാം. കാരണം ചിലപ്പോൾ നിങ്ങൾ കറക്റ്റ് ആൻസർ ക്ലിക്ക് ചെയ്തിട്ട് ചിലപ്പോൾ റോങ് ആൻസർ ഒക്കെ ആയിട്ട് വരാം. അത് റേഞ്ച് ഇഷ്യൂ കാരണമാണ്.
മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ മിസ്റ്റേക്ക് ആവണമെന്നില്ല. ചിലപ്പോൾ അത് ക്ലിക്ക് ചെയ്യാൻ പറ്റാതെ ആവാൻ വരാം, ആൻസർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാം. അതുകൊണ്ട് കറക്റ്റ് റേഞ്ചിനോട് പോയിരിക്കുക, നന്നായിട്ട് റിലാക്സ് ചെയ്ത് കൂളായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഈ ടേം എക്സാം എന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് ഒരു മോഡലാണ്, എങ്ങനെയാണ് എക്സാം വരാ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇതൊക്കെ ഒന്ന് മോഡൽ വേണ്ടിയിട്ടാണ്, മോഡൽ എക്സാം ആണെന്ന് വേണ്ടി പറയാം. ഇതിന്റെ മാർക്കൊന്നും നമ്മൾ വേറെ എക്സാമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുകൊണ്ട് കൂടുതലും ടെൻഷൻ എടുക്കണ്ട, കൂളായിട്ടിരിക്കും. പിന്നെന്താ ഞാൻ പറഞ്ഞു വരുന്നത്, ക്ലാസ്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഒരു ടോപ്പിക് തരാൻ പോവാണ്. ആരൊക്കെയാണ് റെഡി എന്ന് പറയോ? ക്ലാസ് എടുക്കാൻ റെഡി ആയവരെന്ന് പറഞ്ഞ്. ശ്രുതി ഓക്കെയാണ്, ശ്രുതി നാരായണൻ ഓക്കെയാണ് പറഞ്ഞു. ആരാ ക്ലാസ് എടുക്കാതിനി? അഞ്ചു ഓക്കെയാണ് അല്ലെ? അഞ്ചു ഓക്കെയാണ്. എന്റെ ലിഖിത ഓക്കെ, 3 പേര് കേട്ടോ. ശ്രുതി, അഞ്ജു, ലിഖിത. ടോപ്പിക് വരുന്നത് ആർട്ടിക്കിൾ എടുക്കും കേട്ടോ. ആർട്ടിക്കിൾ ഐ തിങ്ക് യൂണിറ്റ് 4 or 5 ആണ്. ഓക്കെ, യൂണിറ്റ് 5 ആർട്ടിക്കിൾ മാത്രം എടുത്താൽ മതിയെ, കോൺകേർഡ് പറയണ്ട. ആർട്ടിക്കിൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. ക്ലിയർ? നിങ്ങൾ 3 പേരും കൂടെ ഒരു ഗ്രൂപ്പാണ്. ടോപ്പിക് ആർട്ടിക്കിൾ ആണ്. നന്നായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ പ്രിപ്പയർ ചെയ്ത് വരൂ, ക്ലാസ് എടുക്കാം. ഓക്കെ ആണല്ലോ? അതോട് ദ ആൻഡ് എ, ആ 3 ഇതിനെ കുറിച്ചല്ലേ? അറിയാം. ഓക്കെ, ഇപ്പോ അല്ലാത്ത നമ്മള് കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളതെല്ലാനും ടെൻസ് വൈസ് ആണ്. പ്രപ്പോസിഷൻ ഒക്കെ ഓൾറെഡി നമ്മൾ എടുത്താണ്. പ്രപ്പോസിഷൻ ക്വസ്റ്റ്യൻ ഒന്നും വരില്ല കേട്ടോ. ഞാൻ ഓൾറെഡി എടുത്തെന്ന് വെച്ചാല് ടെൻസ് എടുക്കുന്നതിനേക്കാൾ മുൻപ് ഈ പ്രപ്പോസിഷൻ എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രപ്പോസിഷൻ എടുത്തത്. അല്ലാതെ നമുക്ക് ടേം എക്സാമിന് വേണ്ടി ആ ക്വസ്റ്റ്യൻ വരില്ല. ടേം 1 എക്സാം 1 to 8 ചാപ്റ്റേഴ്സ് വരെയാണ്. ഇപ്പോഴും നോട്ട് ചെയ്ത് വെക്കാം, 1 to 8 ചാപ്റ്റേഴ്സ് വരെയാണ് ടേം 1. ടേം 2 വരുന്നത് 9 to ലാസ്റ്റ് ചാപ്റ്റേഴ്സ് വരെയാണ് കേട്ടോ. അപ്പൊ ആ ടേം 2-ലായിരിക്കും ഈ പ്രപ്പോസിഷൻ ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അതാണോ മാം മോക്ക് ടെസ്റ്റ് ഇടാതിരുന്നത്, എക്സാമിന് വരാത്തോണ്ട്? അതല്ല കേട്ടോ, ചിലപ്പോ ഇതേപോലെ തന്നെയാണ്, ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാകാം. അപ്പൊ പ്രിപ്പോസിഷൻ മോക്ക് ടെസ്റ്റ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ടെൻസിന്റെയും മോക്ക് ടെസ്റ്റ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം എല്ലാവരും. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ആർട്ടിക്കിളിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വരാം. ഓക്കെ, ഈ എക്സാമിന് ഇപ്പോഴത്തെ എക്സാമിന് നമ്മൾ ഈ വീഡിയോ ഓൺ ആക്കിയിരുന്ന അങ്ങനെയൊക്കെയാണോ മാം? എന്തോ ഈ ലാസ്റ്റത്തെ മെയിൻ എക്സാം പോലെ തന്നെയാണോ ഇതിന് നമ്മൾ വീഡിയോ ഒക്കെ ഓൺ ആക്കിയിരുന്ന അങ്ങനെയാണോ അറ്റൻഡ് ചെയ്യണ്ടേ? അങ്ങനെയായിരിക്കും മേബി, കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. കാരണം ടേം എക്സാമൊക്കെ ഈ ഇടയ്ക്ക് എന്തുകൊണ്ട് വന്നിരുന്നു എനിക്കറിയില്ല കേട്ടോ കറക്റ്റായിട്ട്. ഓൺ ആക്കേണ്ടി വരും, കമ്പൽസറി ആണ്. വീഡിയോവും പിന്നെ മാക്സിമം മ്യൂട്ട് ചെയ്യാൻ നോക്കാം. ഇതൊക്കെ റൂൾസ് ആണ് കേട്ടോ. അതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് വേണം അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, കാരണം നിങ്ങൾ എല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഓൺലൈൻ ആണ്, ആരും അറിയില്ല കാണില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്, വാച്ചിങ് ആണ്. സോ മാക്സിമം കെയർഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കാം. കാരണം നിങ്ങൾ ഇത് മോഡൽ എക്സാം ആണെന്ന് പറഞ്ഞില്ലേ, ഈ എക്സാമിന് നന്നായിട്ട് ആ രീതിയിൽ തന്നെ എക്സാം എഴുതിയില്ലെങ്കിൽ മെയിൻ എക്സാമിന് ടെൻഷൻ ഇല്ലാണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലെ? അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് വായിച്ചു നോക്കാം. പെട്ടെന്ന് എക്സാം കംപ്ലീറ്റ് ചെയ്യാം, അങ്ങനെ സ്പീഡിൽ എക്സാം അറ്റൻഡ് ചെയ്യേണ്ട. സ്ലോവില് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു നോക്കാം. ഇനി ഞാൻ എക്സാം കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് നോക്കാം. ഞാൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ആൻസർ അത് തന്നെയാണോ അല്ലെങ്കിൽ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തതിനു ശേഷം അത് സബ്മിറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇപ്പോഴും പറയാനുള്ള കാര്യം റേഞ്ച് ഉള്ളടത്ത് പോയിരിക്കാം. ഓക്കെ, റേഞ്ച് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കറക്റ്റ് ആൻസർ ചിലപ്പോൾ നിങ്ങൾ അറിയാതെ ആണെങ്കിൽ റോങ് ആൻസർ ക്ലിക്ക് ചെയ്തെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കണം അയ്യോ അതല്ലല്ലോ കറക്റ്റ് ആൻസർ ഇതല്ലേ എന്ന് വെച്ച് അടുത്ത ആൻസർ നിങ്ങൾ ക്ലിക്ക് ചെയ്യും. പക്ഷേ ചിലപ്പോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും റേഞ്ച് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ റോങ് ആൻസർ ആയിരിക്കാം സബ്മിഷൻ വന്നിട്ട് എടുക്കാം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് അയ്യോ ഞാൻ ഇതല്ലല്ലോ ചെയ്തേ അതാണല്ലോ ചെയ്തതെന്ന് പറയും. ഓക്കെ, അതെന്തുകൊണ്ടാണ്? അവിടെ റേഞ്ച് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ കുറെ ഇഷ്യൂസ് അങ്ങനെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞു കേട്ടോ.
അപ്പൊ മാം ഒരു ഡൗട്ട്, അപ്പൊ നമ്മൾ ഈ എക്സാം ഒക്കെ എഴുതുമ്പോ എങ്ങനെയും കറണ്ട് ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ലെഫ്റ്റ് ആയി പോകില്ല. അപ്പൊ നമ്മൾ രണ്ടാമത് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തൊട്ട് അറ്റൻഡ് ചെയ്ത് വീണ്ടും എഴുതേണ്ടി വരും അല്ലേ? മാക്സിമം, കാരണം ഓൺലൈൻ ആണല്ലോ, നമ്മുടെ കയ്യിലൊന്നും അല്ല. മാക്സിമം ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. സമയമുണ്ട്. അത് മാം നമ്മള് ഇതുവരെ എക്സാമുകൾ എഴുതിയിട്ടുണ്ട്, പക്ഷെ അതൊക്കെ നേരിട്ടുള്ളതല്ലേ, ഓൺലൈനായിട്ട് ആദ്യമായിട്ടല്ലേ, അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് മോഡൽ ആണല്ലോ, അപ്പൊ ടെൻഷൻ അടിക്കണ്ട. അപ്പൊ എങ്ങനെയൊക്കെയാണ് എക്സാം നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ മെയിൻ എക്സാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ടെൻഷൻ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതിന് വേണ്ടിയാണ് ഈ മോഡൽ എക്സാം ഒക്കെ വെക്കുന്നത് കേട്ടോ. മാക്സിമം അതേപോലെ അവർ പറയുന്ന പോലെ റൂൾസ് എല്ലാം ഫോളോ ചെയ്തിട്ട് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? സബ്ജക്ട് വൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്. നന്നായിട്ട് പഠിക്കൂ കേട്ടോ. ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് നമുക്ക് എക്സാം സിമ്പിൾ ആയിരിക്കും. ഇംഗ്ലീഷിനെ കുറിച്ചാണ് പറയുന്നത്. മാം ഇതിന്റെ നോട്ട് ഇടുവോ ക്ലാസ് റൂമിൽ ഇപ്പൊ പഠിച്ചതിന്റെ ഒക്കെ? ആക്റ്റീവ് വോയിസ് ആണോ? ആ നോട്ട് ഓൾറെഡി ഇട്ടിട്ടില്ലേ? കിട്ടിയില്ല നിങ്ങൾക്ക് ഇതുവരെ? ഇല്ല. ആണോ? കൊള്ളാം. അല്ല, ഇന്നലെ വരെ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ചോദിച്ചാ. ആണോ? അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ് റൂമിലായിരിക്കില്ല കേട്ടോ. വേറെ ടീച്ചേഴ്സിന്റെ ക്ലാസ് റൂമിൽ മിക്കവാറും ഉണ്ടാവാം. ഐ തിങ്ക് മിൽറോസ് മിസ്സിന്റെ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അന്നായിരിക്കും ചെയ്യട്ടെന്ന് ചോദിച്ചു എന്നോട്. ചെക്ക് ചെയ്യോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പറയും, ക്ലാസ്സിന്റെ കൂടെ അപ്ലോഡ് ചെയ്യാൻ പറയാം. ഏതൊക്കെയാണ്? ആക്റ്റീവ് വോയിസിന്റെ നോട്ട്, ടെൻസിന്റെ മോക്ക് ടെസ്റ്റ്, പ്രപ്പോസിഷന്റെ മോക്ക് ടെസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. അഥവാ ചെയ്തിട്ടില്ലെങ്കിൽ എന്നോട് പറയാം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ. ചിലപ്പോൾ അത് വിട്ടുപോകാം, അറിയില്ല. നെക്സ്റ്റ് ക്ലാസ് വരുമ്പോ പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക്. പറയാം. ഇന്നത്തെ ക്ലാസ്സില് എന്താ നമ്മള് ആക്റ്റീവ് വോയിസ് നിന്ന് പാസീവ് വോയിസ് അയക്കേണ്ട സിമ്പിൾ ഫ്യൂച്ചറിന്റെയും അതേപോലെ തന്നെ പെർഫെക്റ്റ് ടെൻസ് ഇതായിരുന്നു പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെയാണ് ക്ലാസ് എടുത്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. മാമിന്റെ സപ്പോർട്ടിനും ഒക്കെ താങ്ക് യു. Okay, so thank you all. See you in the next class. All the best for your exam. Okay, bye. Thank you. താങ്ക് യു മാം. ബൈ.